ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിലേക്ക് സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുമ്പോൾ സുധീഷിനെ മെരുക്കുവാനുള്ള രാജീവിൻ്റെയും അരുണിൻ്റെയും ആദ്യ തന്ത്രം പൊളിഞ്ഞു പോകുന്നൊരു ഭാഗമാണ്. എന്താണ്? നിധിയോടൊപ്പം അവിടെ ചെന്നതിന് ശേഷം ഉറങ്ങാതിരിക്കുവാൻ, കിടക്കാതിരിക്കുവാൻ, അല്ലെങ്കിൽ നിധിയുടെ മുറിയിൽ സുധീഷ് പോയി അന്തി ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി വലിയൊരു തന്ത്രം മെനയുക. അങ്ങനെ ആ വീട്ടിൽ വരുന്ന ജോലിക്കാരും അതുപോലെ ഡ്രൈവർമാർക്കും കിടന്നുറങ്ങുവാൻ വെളിയിലൊരു മുറിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഔട്ട് സൈഡിലെ മുറിയിൽ സുധീഷിനെ കിടത്തുവാൻ വേണ്ടി അരുണും രാജുവും പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒളിച്ചു നിന്ന് നമ്മുടെ സുധീഷ് കേൾക്കുകയും അങ്ങനെ ഇതിന് മേൽ ഒരു കളി വേണമല്ലോ, അല്ലെങ്കിൽ അത് സമ്മതിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിധിയോട് പറയാം, നിധി എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടന്നോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി പറയുകയാണ്, എന്നാൽ സുധീഷ് പോയി എൻ്റെ മുറിയിൽ കിടന്നോ, ഞാൻ വന്നേക്കാം എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് വെള്ളിടി വെട്ടിയ പോലെയാണ് രാജീവനും അരുണിൻ്റെ അനുഭവം ഉണ്ടായത് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അവരുടെ പ്ലാനിങ് ആദ്യത്തെ പ്ലാൻ പൊളിയുകയാണ്. അങ്ങനെ സുധീഷ് വേഗത്തിൽ നിധിയുടെ മുറിയിലേക്ക് പോകുന്നു. അതിനുശേഷം നിധിയും ചെല്ലുന്നു. അങ്ങനെ നിധിയുടെ കൂടെ കുറച്ചധികം നേരം സമയം സംസാരിക്കുകയും അതിനുശേഷം ഉറങ്ങുന്നു. അങ്ങനെ അരുണും അതുപോലെ രാജീവനും അത് വലിയൊരു അടിയായിപ്പോയി അല്ലേ. അതിനുശേഷം നേരം വെളുത്തിട്ടും സുധീഷിനെയും നിധിയെയും വെളിയിൽ കാണുന്നില്ല. അങ്ങനെ വെപ്രാളത്തോടു കൂടിയിരിക്കുന്ന അരുണിൻ്റെയും രാജീവിൻ്റെയും മുൻപിലേക്ക് നിധി വരുന്നു. അങ്ങനെ നിധിയോട് ചോദിക്കുകയാണ്, സുധീഷ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് എണീറ്റതേ ഉള്ളൂ, ഇപ്പോൾ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ ബാക്കി അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിധി സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും സുധീഷിനെ കാണാതെ വലിയൊരു വെപ്രാളത്തോടു കൂടിയിരിക്കുന്ന രാജീവിനെയും അതുപോലെ അരുണിനെയൊക്കെ കാണാട്ടോ. അങ്ങനെ അതിനുശേഷം നിധി തന്നെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സുധീഷിൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ സുഭാഷേട്ടനെക്കുറിച്ചും അതുപോലെ നികേഷിനെക്കുറിച്ചും ഹരീഷിനെക്കുറിച്ചും അതുപോലെ സുധീഷിനെക്കുറിച്ചും വലിയധികം സംസാരിക്കുന്നില്ല, വാദോരാതെ സംസാരിക്കുന്ന ഒരു ഭാഗം കാണാം കേട്ടോ. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ മറ്റൊന്നുമല്ല, അവരുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, അവിടെ എങ്ങനെയുണ്ട് മോൾക്ക്, സുഖമാണോ, അവർ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, എന്നാലും എങ്ങനെയാണ് മോളെ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് നീ ആ ചെറിയ വീട്ടിൽ പോയി ഒരു സൗകര്യവുമില്ലാത്ത ആ വീട്ടിൽ പോയി ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, അവിടെ സൗകര്യത്തിലൊന്നുമല്ല കാര്യം മറ്റൊന്ന്, അവരുടെയൊക്കെ മനസ്സ് നിഷ്കളങ്ക മനസ്സുകളാണ്, അവർക്കൊന്നും തെറ്റുകളോ അല്ലെങ്കിൽ അവർക്ക് കാപട്യമോ ഇല്ലാത്ത മനസ്സാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഞാൻ ചെലവിട്ട സമയം ഞാൻ വലിയൊരു ഭാഗ്യവതിയാണ് എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ നിധി സുധീഷിൻ്റെ വീട്ടുകാരെക്കുറിച്ച് വാതോരാതെ പറയുമ്പോൾ അത് വലിയൊരു അടി കൊണ്ട പോലെയാകുന്ന നിധിയുടെ അമ്മേനെയും അച്ഛനെയും ചേട്ടനെയൊക്കെ കാണട്ടോ. അങ്ങനെ നിധിയെ ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ സുധീഷിൻ്റെ വീട്ടുകാരെക്കുറിച്ച് വാതോരാതെ പ്രശംസിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ മാറ്റി ചിന്തിക്കുവാൻ ശ്രമിക്കുന്ന രാജീവിനെയും അരുണിനെയും കാണാം. അങ്ങനെ അതിനുശേഷം നിധി പെട്ടെന്ന് പറയുകയാണ്, നിധിയുടെ അമ്മ ചായ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ചായയുമായിട്ട് സുധീഷിന് കൊടുക്കാൻ വേണ്ടി നിധി പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ അമ്മ ചോദിക്കുന്നു, മോള് കുടിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയാണ്, ഇല്ല സുധീഷ് അവിടെ ഇരിക്കുകയല്ല, സുധീഷ് എണീറ്റേലേ ഉള്ളൂ, സുധീഷിന് കൊടുത്തിട്ട് വരാം എന്ന് പറയുകയും അത് നിധിയുടെ അമ്മയ്ക്ക് ദേഷ്യമുണ്ടാക്കുന്നതൊക്കെ ഭാഗം കാണാം കേട്ടോ. അങ്ങനെ സുധീഷിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു ചായ കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് സുധീഷ് എണീറ്റ് അവർ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ കുത്തിയിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് നിധി ചെന്ന് ചായ കൊടുക്കുന്നു. ഈ സമയത്ത് നിധിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. സുധീഷ് ചോദിക്കുകയാണ്, രാവിലെ എണീറ്റോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിധി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നേരത്തെ എണീക്കുന്നല്ലേ, സുധീഷല്ലേ ഇവിടെ കിടന്ന് ഇത്രയും സമയമായിട്ട് എണീക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അങ്ങനെ ഇതിനിടയിൽ നിധിയെ സ്വന്തം ഭാര്യ പോലെ സുധീഷ് കാണുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിധി പറയാണ്, ഞാൻ ഇത്രയും ഈ ഒരു മുറിയിൽ നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങിയാനാണോ സുധീഷ് എന്നെ ഭാര്യയായിട്ട് കാണുന്നത്? മാത്രമല്ല എല്ലാവരോടും ഇപ്പോൾ സുധീഷ് എൻ്റെ ഭാര്യയാണ് നിധി എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് നാട് മൊത്തം ആക്കാനാണോ ശ്രമമെന്നൊക്കെ ചോദിച്ച് തമാശയ്ക്ക് സുധീഷുമായിട്ട് രാവിലെ തന്നെ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കാണാം. ഈ സമയത്ത് സുധീഷ് ചോദിക്കണം, അപ്പം നിധി എന്നെ ഭർത്താവായിട്ട് കാണുന്നില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം നിധി പറയാണ്, ഞാൻ ഇത്തിരി ക്ലോസ് ആയിട്ട് സംസാരിച്ചത് കൊണ്ടും ഇടപെട്ടത് കൊണ്ടുമാണോ സുധീഷേ നമ്മളെങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്, നമുക്ക് തമ്മിൽ അറിയാലോ നമ്മളെങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ സുധീഷിനോട് പറയുകയും സുധീഷിനത് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്.
അതിനുശേഷം കാണുന്നത് നമ്മുടെ രാജീവും അരുണും എങ്ങനെയാണ് ഇവനെ നിധിയിൽ നിന്ന് കൂടുതലായിട്ട് അകറ്റി മാറ്റാൻ ശ്രമിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് പദ്ധതിയൊക്കെ മെനയോട്ടോ. അങ്ങനെയാണ് സുധീഷിനെ ഒരു കള്ളനാക്കി മാറ്റാം എന്ന് രാജീവും അരുണും തീരുമാനിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രമോശേഷത്തിൽ പറഞ്ഞിരുന്നു, എന്നാൽ വന്നിട്ടില്ല. അപ്പം അല്പം ഫാസ്റ്റായിട്ടാണ് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനെ വലിയൊരു കള്ളനായി കഴിഞ്ഞാൽ നിധിക്ക് ഒരു കള്ളത്തരം കാണിക്കുന്നവരെ നിധിക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രാജീവിനും അറിയാം, അരുണും അറിയാം. അതുകൊണ്ട് തന്നെ ഇവളെ ഇനിയിപ്പോൾ സുധീഷിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി വേറെ ഒരു മാർഗവുമില്ല. സുധീഷിനെ അടി കൊടുത്ത് ഓടിച്ചാലോ അവനെ കൊന്നുകളഞ്ഞാലോ ഒന്നും ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ നിധിയുടെ മനസ്സിൽ നിന്ന് അവൻ പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ അവനെ ഒരു കള്ളനാക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തങ്ങൾ ചെയ്യേണ്ട ഒരു ദൗത്യം സുധീഷിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം പണവുമായിട്ട് ഒരു സ്ഥലത്തേക്ക് സുധീഷിനെ പറഞ്ഞു വിടുന്നു. അവിടെ വെച്ച് സുധീഷ് ഈ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വരുത്തി തീർക്കുക, ഇതാണ് ഇവരുടെ രാജീവിൻ്റെയും അരുണിൻ്റെയും പ്ലാന്. ആ പ്ലാനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ അവസാന ഭാഗത്തായിരിക്കും സുധീഷിനെ ഈ ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയും ചെയ്യുന്നത്. അതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു രസകരമാകുന്ന കാര്യം നമ്മുടെ സുഭാഷിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല കേട്ടോ. നമ്മുടെ സുഭാഷ് പണി സൈറ്റിലേക്ക് ചെല്ലുന്നു. അപ്പം സുഭാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജോലിക്കാരനുണ്ടല്ലോ ബായി. ഈ ബായിയുടെ വീട്ടിൽ നിന്ന് ബായിയുടെ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ബായിയുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി പണി സൈറ്റിൽ വരികയും അല്പം സുന്ദരിയെ കാണാനൊക്കെ അല്പം കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയാട്ടോ. അങ്ങനെ സുധീഷിന് ഈ ബായിയുടെ സഹോദരിയെ സുഭാഷ് പരിചയപ്പെടുകയും അങ്ങനെ ഈ സുഭാഷിനെ ഈ ബായിയുടെ സഹോദരിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട്. അങ്ങനെ എന്തായാലും സുഭാഷിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മലയാളി പെൺകുട്ടിയല്ലായിരിക്കും സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്, മറിച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളി സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ചില വഴികളൊക്കെ തുറക്കുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇതിനിടയിൽ മറ്റൊരു രസകരമാകുന്ന കാര്യം നമ്മുടെ ഹരീഷിൻ്റെയും അതുപോലെ നീതുവിൻ്റെയും പ്രണയം വളരെ മനോഹരമായി, അല്ലെങ്കിൽ മുൻപ് കാലങ്ങളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടുപേർക്കും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഒരുമിച്ച് നിന്ന് സംസാരിക്കുവാനും ഒന്ന് കറങ്ങാൻ പോകുവാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്കൊരു മനസ്സുണ്ടാകുക കേട്ടോ. അപ്പം പാറക്കല്ല് പോലിരുന്ന ഹരീഷിൻ്റെ മനസ്സ് അല്പം പ്രണയത്തിലേക്ക് ചായുന്ന, അല്ലെ പ്രണയം തൻ്റെ ഹൃദയത്തെ അലിയിപ്പിക്കുന്ന ചില മനോഹരമാകുന്ന രംഗമുണ്ട്. അങ്ങനെ ഹരീഷിന് വേണ്ടി നീതു ഒരുപാട് സമയം ആ വർക്ക്ഷോപ്പിൽ കാത്തിരിക്കുന്നു. അപ്പം നീതു വിളിക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് വീട്ടുകാരെയും ചേട്ടനെയും അനിയനെയൊക്കെ മറന്ന് പെട്ടെന്ന് കളവ് പറഞ്ഞുകൊണ്ട് നീതുവിനെ കാണുവാൻ വേണ്ടി ഓടിപ്പോകുന്ന ഹരീഷിനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും നമ്മൾ ഒരുപാട് ഫാസ്റ്റായിട്ട് അപ്കമിങ് വിശേഷവും അതുപോലെ ഡെയിലി വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ വിശേഷങ്ങൾ ഇതുവരെ എത്താത്ത. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്, നമ്മൾ പറയുന്ന കഥകൾ വരാറുണ്ടോ വരുമോ എന്നൊക്കെ ആശയക്കുഴപ്പമുണ്ട്. തീർച്ചയായിട്ടും വരും. അങ്ങനെ സുധീഷിനെ വലിയൊരു കള്ളനാക്കി മാറ്റി സുധീഷിനെ നിധിയിൽ നിന്ന് അകറ്റി മാറ്റുവാനുള്ള രാജീവിൻ്റെയും അരുണിൻ്റെയും തന്ത്രങ്ങൾ വർക്കൗട്ടാകുകയും അല്ലെങ്കിൽ അത് ഫലപ്രദമാക്കി മാറുകയും ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ കഴിഞ്ഞുമുള്ള ഭാഗത്ത് കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.